ആത്മാവ് സർവഗതൻ തന്നെ, സന്ദേഹമില്ല. അങ്ങനെ ആയാലും കോശങ്ങളാൽ മറയ്ക്കപ്പെട്ടു. അതിനാൽ കോശങ്ങൾക്കും അന്തരമായിരിക്കുന്ന ആത്മാവിനെ കോശങ്ങളുടെ ഉള്ളിൽ വിചാരിച്ച് കാണണം. വേറെ ഒരിടത്തും തിരയാൻ പാടില്ല. എന്തെന്നാൽ കാണാതെ പോയ വസ്തുവിനെ എവിടെ കാണാതെ പോയോ അവിടെ തിരയേണ്ടതല്ലാതെ ഗൃഹത്തിൽ കാണാതെ പോയ വസ്തുവിനെ വനത്തിൽ തിരഞ്ഞു കണ്ടവരുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ കോശങ്ങളാൽ താതാത്മ്യത്തെ പ്രാപിച്ചും കാണാതെ പോയ ആത്മാവിനെ കോശങ്ങളുടെ ഉള്ളിൽ തന്നെ തിരഞ്ഞ് കണ്ടുപിടിക്കേണ്ടതാണ്. അസത്തുക്കളിൽ തിരഞ്ഞാൽ സദ്രൂപമായ ആത്മാവിനെ എങ്ങനെ കാണുമെന്നാണെങ്കിൽ അസദ്രൂപമായിരിക്കുന്ന കോശങ്ങളെ വിചാരിച്ച് തന്നെ ആത്മാവിനെ കാണണം. എന്തുകൊണ്ടെന്നാൽ സദ്രൂപമായിരിക്കുന്ന ആത്മാവിനാൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന പഞ്ചകോശങ്ങളെ വിചാരിച്ച് നോക്കി അതുകളെ അസത്തെന്ന് നിഷേധിച്ച് അതുകൾക്കുള്ളിൽ അധിഷ്ഠാനമായിരിക്കുന്ന ആത്മാവിനെ അറിയാം. ആരോപിതമായ കോശങ്ങളെ വിചാരിക്കാമൽ അധിഷ്ഠാനമായ ആത്മാവിനെ വേറെ പ്രകാരത്തിൽ പ്രാപിച്ചുകൂടാ. മോഹത്താൽ രജ്ജുവിൽ ആരോപിക്കപ്പെട്ട സർപ്പം അസത്തായാലും സർപ്പത്തെ സൂക്ഷിച്ച് വിചാരിക്കാതെ രജ്ജുവിനെ കണ്ടവരാരെങ്കിലും ഉണ്ടോ? ആരോപിത സർപ്പത്തെ വിചാരിച്ച് അധിഷ്ഠാന രജ്ജുവിനെ പ്രാപിക്കാത്തവരുണ്ടോ? ഇല്ലല്ലോ. ഇതുപോലെ ആരോപിത പഞ്ചകോശങ്ങളെ മുൻ ശ്രവണത്താൽ പരോക്ഷമായി അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് സ്ഥൂലമായി സാമാന്യമായി അറിഞ്ഞിരിക്കുന്ന അതുകളുടെ സ്വരൂപങ്ങളെ സൂക്ഷ്മബുദ്ധി കൊണ്ട് താൻ തന്നെ വിചാരിച്ച് ആലോചിച്ചു നോക്കി നല്ലവണ്ണം കണ്ട് അനുഭവിച്ച് മുൻ ഗുരുവിനാലും ശാസ്ത്രത്തിനാലും അറിഞ്ഞിരിക്കുന്നതുകളെ പ്രത്യക്ഷമായിരിക്കുന്ന സ്ഥൂല ശരീരത്തെ അന്നമയ കോശമെന്നിങ്ങനെ നല്ലവണ്ണം അറിയപ്പെടുന്നുവോ അങ്ങനെ എല്ലാവർക്കും കാണാതെ സൂക്ഷ്മങ്ങളായ പ്രാണമയാദികളായിരിക്കുന്ന 4 കോശങ്ങളെയും ഗുരുശാസ്ത്ര മുഖേന അറിഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങളെ പിടിച്ചുകൊണ്ട് നല്ലവണ്ണം പ്രത്യക്ഷമായ ബുദ്ധിയാൽ കണ്ടനുഭവിച്ച് ഓരോന്നോരോന്നായി നിഷേധിച്ച് പിന്നെ കോശസാക്ഷിയായി സൂക്ഷ്മമായിരിക്കുന്ന ആത്മാവിനെ വിചാരിക്കണം. ഇങ്ങനെ കോശങ്ങളെ വിചാരിച്ച് തള്ളി പിന്നെ ആത്മാവിനെ വിചാരിച്ചാൽ ആ വിചാരത്താൽ ആത്മാവ് എങ്ങനെ അറിയപ്പെടുമെന്നാൽ ഈ വിചാരമാകുന്ന മനനത്തിന് ആവരണനാശം തന്നെ ഫലം. ആകയാൽ അനന്തരം കോശങ്ങൾക്ക് അപ്പുറപ്പെട്ടിരിക്കുന്ന ആത്മാവിനെ ചിന്തിക്കുമ്പോൾ അവിചാരമായ അപാനാവരണത്തെ ദഹിപ്പിച്ചു കളയും. എങ്ങനെയെന്നാൽ രജ്ജു സർപ്പത്തെ വിചാരിച്ചാൽ രജ്ജുവിനെ അറിയാൻ അയക്കാതെ മറച്ചിരുന്ന ആവരണം എങ്ങനെ നഷ്ടമായോ അതുപോലെ കോശസാക്ഷിയായിരിക്കുന്ന ആത്മാവിനെ സൂക്ഷിച്ചു വിചാരിച്ചാൽ ആത്മാവിനെ കാണുന്നില്ല, ആത്മാവ് തോന്നുന്നില്ല എന്ന് മറച്ചുകൊണ്ടിരിക്കുന്ന ആവരണം നീങ്ങിപ്പോകും. ആവരണം നഷ്ടമായ ഉടനെ സൂര്യനെ മറച്ചിരിക്കുന്ന മേഘം നീങ്ങിയാൽ സൂര്യനെ സ്ഫുടമായി കാണുന്നത് പോലെ ആത്മാവ് സ്ഫുടമായി അറിയപ്പെടും. ആകയാൽ വിചാരം മുഖ്യ ആവശ്യം തന്നെ. ഇങ്ങനെ എത്രത്തോളം വിചാരിക്കണമെന്നാൽ നഷ്ടപ്പെട്ടും നഷ്ടമായ അപാനാവരണം തിരികെ വരാതിരിക്കുന്നത് വരെ തന്നെ മരണത്തിൻ്റെ അവധിയെന്നും ചൊല്ലപ്പെടും. ആകയാൽ ആവരണം തിരിഞ്ഞു വരാതിരിക്കുന്നത് വരെ മനനം ചെയ്യണം. നഷ്ടമായ ആവരണം തിരിഞ്ഞു വരുമോ എന്നാൽ വരുമല്ലോ. എന്തുകൊണ്ടെന്നാൽ സംശയം വരുന്നതിനാൽ വീണ്ടും വരും. അതായത് ആവരണം പോയി ആത്മാവിനെ കണ്ടും വീണ്ടും സംശയം എവിടെ നിന്നുണ്ടാകുമെന്നാൽ പഞ്ചകോശത്തെയും വിചാരിച്ച് താൻ ആത്മാവല്ലെന്ന് തള്ളി പിന്നെ അവകൾക്ക് സാക്ഷിയായിരിക്കുന്ന ആത്മാവിനെ കാണുമ്പോൾ ആ ആത്മാവ് ഒന്നുമില്ലാതെ ആകാശത്തെക്കാൾ കോടി മടങ്ങ് സൂക്ഷ്മമായി ശൂന്യമായി കാണുമ്പോൾ കോശങ്ങളെ തള്ളിയാൽ നാം ശൂന്യമായിട്ടല്ലയോ ഇരിക്കുമെന്നുള്ള ഭയം വരും. എന്തുകൊണ്ടെന്നാൽ സർവാതീതമായിരിക്കുന്ന ആത്മാവിങ്കൽ പ്രപഞ്ച വ്യവഹാരങ്ങൾ ഒന്നുമില്ലാതെ അതിശൂന്യമായിരിക്കുന്നതിനാൽ ആരോഗ്യമായിരിക്കേണ്ടത് തന്നെ ആത്മാവോ അല്ലയോ? ഇത് തന്നെ ആത്മാവായാൽ നാം ഒന്നുമില്ലാതെ പോകുമോ എന്ന് നിരംശ വസ്തുവിനെ കണ്ടും അതിങ്കൽ വിശ്വാസമില്ലാതെ അസംഭാവന വരുന്നതാകയാൽ സംശയം വരുമല്ലോ. ആയതുകൊണ്ടും അസംഭാവന കൊണ്ടും ആവരണം തിരിഞ്ഞു വരും. ആകയാൽ അസംഭാവന വരാതെ പോകുന്നതിന് വേണ്ടി മനനത്തെ പിന്നെയും ചെയ്യണം.
ഈ അർത്ഥത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് വ്യാസനും ആവൃത്തി രസകൃത ഉപദേശാൽ എന്ന സൂത്രമുണ്ടാക്കി ശ്രവണമന്നാദികളെ പിന്നെയും പിന്നെയും അഭ്യസിക്കാൻ പറഞ്ഞു. ഇതാണ് ആത്മാവിനെ പറ്റി പറയുമ്പോൾ അത് ഒരിക്കലും നാശം വരാതെ നിത്യമായിരിക്കുകയാണ്. അതിന് ഒരു ഈ പറഞ്ഞ ദേശം കൊണ്ടോ കാലം കൊണ്ടോ അവസ്ഥ കൊണ്ടോ ഏതൊന്നാണോ ബാധിക്കാതിരിക്കുന്നത് അതിനെയാണ് ആത്മാവെന്ന് പറയുന്നത്. അത് എങ്ങനെ അറിയുമെന്ന് വെച്ചാൽ വേറെ ഒന്നിനെ കൊണ്ട് അറിയാൻ ഒക്കില്ല. അത് അതിൻ്റെ സ്വരൂപമാണ്. ഇത് പരോക്ഷമായിട്ട് ഗുരു നമുക്ക് പറഞ്ഞു തരും. അത് നീ മാറാത്ത ആ വസ്തു നീ തന്നെയാണ്. അപ്പം ഞാൻ തന്നെ എന്ന് കേട്ട ശിഷ്യൻ ആദ്യം വിചാരിക്കും ഈ ശരീരം, ഈ കോശങ്ങൾ ഇതെല്ലാം അതിൽ നിൽക്കുകയല്ലേ. അപ്പോൾ പറഞ്ഞു കൊടുത്തു, ഈ കോശങ്ങളും ഇതെല്ലാം നിന്നിൽ അറിയപ്പെടുകയല്ലേ. ഇതെല്ലാം അറിയപ്പെടുന്നത് കൊണ്ട് അതെന്തായാലും നീ ആവില്ല. കാരണം നിന്നിൽ അറിയപ്പെട്ടു പോയി. ഇതിനാണ് ഉച്ഛിഷ്ടമായി എന്ന് പറയും. ലോകവസ്തുക്കളെല്ലാം ഉച്ഛിഷ്ടമാകുന്നതാണ്. ആത്മാവിനെ സംബന്ധിച്ച് പറയുന്നത് ഇതുവരെ ഉച്ഛിഷ്ടമാകാത്ത പൊരുളാണ്. ഉച്ഛിഷ്ടം എന്ന് വെച്ചാൽ കണ്ടുപോയാൽ ഉച്ഛിഷ്ടമായി, കേട്ടാൽ ഉച്ഛിഷ്ടമായി, തിന്നു കഴിഞ്ഞാൽ ഉച്ഛിഷ്ടമായി. കാരണം നമ്മൾ പറഞ്ഞ് ഉച്ഛിഷ്ടമായിപ്പോയി. ഒന്നിനാലും ഉച്ഛിഷ്ടമാകാത്ത ഏതൊന്നുണ്ടോ അത് ആത്മാവാണ്. അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപമായിട്ട് ഒരു അവസ്ഥകളിലും ബാധിക്കാതെ വിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിളക്കമാണ് ഇതെല്ലാം ഉണ്ടെന്ന് തോന്നിയിരിക്കുന്നത്. സൂര്യൻ പോലും ഈ സാന്നിധ്യം കൊണ്ടാണ് പ്രകാശിക്കുന്നത്. സൂര്യന് പ്രകാശം എന്ന് പറയുന്നത് ആ പ്രകാശം അവർ പറയുന്നത് അതൊരു ഫിനോമിനയാണ്. അതൊരു പ്രകാശമല്ല, അതൊരു ഫിനോമിനയാണ്. ഇപ്പം കണ്ണ് കാണണമെങ്കിൽ അത് ഏതോ സർട്ടൻ ഫ്രീക്വൻസിയാണത്. ഈ പ്രകാശം എന്ന് പറയുന്നത് ആ ഫ്രീക്വൻസിയിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ് കണ്ണിന്. എങ്കിലേ അത് അതുപോലെ കാത് കേൾക്കണമെങ്കിൽ ആ പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ്, അല്ലേ ചേച്ചി? കാരണം നമുക്കറിയാം എബോ ഓഡിയബിൾ ഉണ്ട്, ബിലോ ഓഡിയബിളും ഉണ്ട്. അതായത് ഏതോ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിക്ക് താഴെ നമ്മൾ കേൾക്കില്ല, അതുപോലെ എബോ ഫ്രീക്വൻസി കേൾക്കില്ല എന്ന് വിചാരിച്ച് ശബ്ദം ഇല്ലാതിരിക്കുകയാണ്. ഇല്ല, ഇത് ഒരു ഫിനോമിനയാണ്. അപ്പോൾ ഇത് കേൾക്കുന്നതിനൊക്കെ ഒരു സെറ്റപ്പ് എന്നുള്ള രീതി വെച്ചേക്കും. ഈ അറിവ്, ഈ ആത്മാവാകുന്ന അറിവ്, ഈ പ്രകാശമല്ല. ഇതൊക്കെ ജഡമെന്നാണ് അവർ പറയുന്നത്. ഇതെല്ലാം ജഡമാണ്. ഇതിനെ ഒന്നിനെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറയുമ്പോഴും അതിനെ ശരിക്കും അറിയുന്നതാരാണ്? ആത്മാവല്ലേ. അപ്പോൾ ആത്മാവ് ആ സൂര്യനെ പ്രകാശിപ്പിച്ച് സൂര്യനെയും ആ പ്രകാശത്തെയും ആ വസ്തുവിനെയും എല്ലാം കൂടി ചേർത്ത് ഒരുമിച്ചറിയും. ഇതാണ് വ്യത്യാസം. മറ്റതങ്ങനെയല്ല. സൂര്യൻ പ്രകാശിപ്പിച്ചെങ്കിലും സൂര്യൻ ജഡമാണ്. അതിൽ പ്രകാശിപ്പിച്ചെന്ന് പറഞ്ഞാൽ എന്ത് പ്രകാശിപ്പിച്ചു? അതൊരു ഫിനോമിന മാത്രമാണ്, അത് വാസ്തവമല്ലെന്നാണ് പറയുന്നത്. ശരിക്കും ആത്മാവിന് മാത്രമേ ഈ പ്രകാശവും അറിവും കൂടെ ചേർന്നതാണ് ആത്മ. അപ്പോൾ എല്ലാത്തിനെയും ആത്മ പ്രകാശിപ്പിച്ചിരിക്കുന്നു. എങ്ങനെ? നിർവികാരമായിട്ട് പ്രകാശിപ്പിച്ചിരിക്കുന്നു. എന്തെങ്കിലും ലാഭത്തിന് വേണ്ടി പ്രകാശിപ്പിച്ചിരിക്കുകയല്ല. സൂര്യൻ അതുപോലെ തന്നെ. സൂര്യനെ ഉദാഹരിച്ച് പറയുന്നത് വെച്ചാൽ സൂര്യൻ ഈ പ്രപഞ്ചത്തെ പ്രകാശിപ്പിച്ചിട്ട് ഒന്നിലും പറ്റാതെ നിൽക്കുക. ഈ പ്രപഞ്ചത്തിനെ പ്രകാശിപ്പിച്ചത് കൊണ്ട് അതിന് ഒരു ക്രെഡിറ്റ് സൂര്യന് വേണമെന്നില്ല. ഞാനാണ് പ്രകാശിപ്പിച്ച് അങ്ങനെ ഒരു ഭാവം സൂര്യനില്ല. അതുകൊണ്ട് അവർ പറയുന്നത് സൂര്യൻ പ്രകാശിപ്പിച്ചെങ്കിലും സൂര്യൻ ഇതുമായിട്ട് യാതൊരു സംബന്ധവുമില്ല. നമ്മളൊക്കെ അങ്ങനെയാണ്. നമ്മളെന്തെങ്കിലും ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ പല പ്രതീക്ഷകളും വയ്ക്കും. അപ്പോൾ അത് പറ്റി, അതുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ ബന്ധമില്ലാതെയും കർമ്മം ചെയ്യാം, ബന്ധപ്പെട്ടും കർമ്മം ചെയ്യാം. സൂര്യൻ ചെയ്യുന്നത് ബന്ധമില്ലാതെ കർമ്മം ചെയ്യും, അതുമായിട്ട് പറ്റില്ലാതെ. ഇതാണ് ആത്മചേലാണ്. ആത്മാവിൻ്റെ ചേലെന്ന് പറഞ്ഞാൽ കർമ്മം അത് ചെയ്യുന്നില്ല, വാസ്തുത ഒരു കർമ്മം ചെയ്യുന്നില്ല. പക്ഷേ അതിൻ്റെ സന്നിധിയിൽ ഇത് നടക്കുന്ന കാര്യങ്ങളാണ് എല്ലാം. പറയില്ലേ, സൂര്യൻ്റെ സന്നിധിയിലാണ് ഈ ഗോളങ്ങളും ഇതെല്ലാം പ്രകാശിക്കുന്നത്. ഈ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെ പ്രകാശിക്കുന്നത്, ചന്ദ്രനും ഒക്കെ പ്രകാശിക്കുന്നത് സൂര്യൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. പക്ഷെ സൂര്യൻ ഇതിലൊന്നും അഭിമാനിക്കുന്നില്ല. ഞാനാണ് ചന്ദ്രനെ പ്രകാശിപ്പിച്ചതെന്ന് സൂര്യൻ പറയുന്നില്ല. അങ്ങനെയാണ് സൂര്യനെ നമ്മൾ പറയും അതൊരു ആത്മസ്വരൂപ സ്വഭാവമാണ്. എന്ന് വെച്ചാൽ അത് പ്രകാശിപ്പിക്കുന്നെങ്കിലും വാസ്തവത്തിൽ അത് പ്രകാശിപ്പിക്കുന്നില്ല.
നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ ചെയ്തിട്ടും ചെയ്യുന്നില്ല എന്ന് പറയുന്നത് എന്താണ് കാരണം? അതിന് ഫലം പ്രതീക്ഷിക്കാതെ ചെയ്താൽ അത് ചെയ്യാത്ത എഫക്റ്റ് തന്നെയാണ്. ഒരു കർമ്മം ചെയ്തു എന്ന് പറഞ്ഞാലും ചെയ്തില്ല എന്നുള്ള എഫക്റ്റ് തന്നെയാണ്. മറ്റേ അങ്ങനെയല്ല. കർമ്മം ഫലാപേക്ഷയോടുകൂടി ചെയ്യുമ്പോൾ എന്ത് പറ്റും? കർമ്മം ഉണ്ടാവുകയാണ്, അത് തന്നെ ബന്ധിക്കുകയാണ്. ആ കർമ്മം നമ്മളെ ബന്ധിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ച ഒരു കർമ്മം ഒരു റിസൾട്ട് കിട്ടും. ഒരു കുട്ടിയെ തന്നെ വളർത്തുന്നു, നമ്മൾ സ്നേഹിച്ച് ലാളിച്ചൊക്കെ വളർത്തുന്നു. നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് ഉണ്ടാവുമോ? ഇല്ല, ഒരിക്കലും ഉണ്ടാവില്ല. അപ്പം നമ്മൾ പ്രതീക്ഷയോടുകൂടിയാണ് വളർത്തിയതെങ്കിൽ ആ കുഞ്ഞിനെ കൊണ്ട് ധാരാളം ദുഃഖം അനുഭവിക്കേണ്ടി വരും, അല്ലേ? ഇതങ്ങനെയല്ല. ഇതെല്ലാം ഈശ്വരന് വിടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ കർമ്മങ്ങൾക്ക് താൻ പ്രതീക്ഷയില്ലാതെ ചെയ്യുകയാണ്. ഇതൊക്കെ എല്ലാം ആ ഈശ്വര செயലായിട്ട് തന്നെ ഇതിൽ നടക്കട്ടെ. ആ ഒരു ഡിറ്റർമിനേഷനാണ്, തീരുമാനങ്ങളാണ്. ആ തീരുമാനമൊക്കെ ബുദ്ധിക്ക് ആ തീരുമാനം വന്നു കഴിഞ്ഞാൽ പിന്നെ മനസ്സ് പ്രവർത്തിക്കില്ല. ബുദ്ധിയിൽ നല്ല ശുദ്ധമായ ധാരണകൾ വന്നാൽ ഈ മനസ്സ് പ്രവർത്തിക്കില്ല. മനസ്സെന്ന് പറയുന്നത് എന്തിനാണ്? ഇത് ഇരുട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു യന്ത്രമാണ്. ഇരുട്ടാണ് അതിൻ്റെ ബേസ് നോക്കി കഴിഞ്ഞാൽ ഇരുട്ടാണ്. വിവേകമോ ബുദ്ധിയോ എന്തെങ്കിലും അതിൽ കടന്നു വന്നാൽ മനസ്സ് പ്രവർത്തിക്കുകയില്ല, അല്ലേ? ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ 4 കരണങ്ങളിൽ ബുദ്ധി സത്വഗുണമാണ്. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഇതാണ് 4 കരണങ്ങൾ. ജ്ഞാനം ഉണ്ടാകുന്ന കരണങ്ങളാണ് 4 പേരും. ഇതിൽ മനസ്സ് ചഞ്ചല സ്വഭാവത്തിലിരിക്കുന്നു, ബുദ്ധി നിശ്ചയ സ്വഭാവത്തിലിരിക്കുകയാണ്, ചിത്തം പൂർവ്വകാര്യങ്ങളെ ഓർമ്മിച്ച് കൊണ്ടുവരുന്ന രൂപത്തിൽ ചിത്തം ഇതിലിരിക്കുകയാണ്, അഹങ്കാരം ഞാനെന്ന് ഊറ്റം കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചുകൊണ്ടാണ് നടന്നത്. ഞാൻ ആരെന്നറിയാമോ? ഞാൻ ആരെന്നറിയാം? ഒരിക്കൽ നമ്മുടെ ഭഗവാനോട് ഭഗവാൻ അങ്ങനെ ഉമ്മർത്ത് നിൽക്കുകയായിരുന്നു, വെളിയിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അടുക്കളയിൽ 2 പേര് പാചകം ചെയ്യുന്നവരുടെ ഇടയിൽ ഒരു കലശലായ ഒരു വഴക്കുണ്ടായി. അപ്പോൾ വഴക്കുണ്ടായപ്പം അവരങ്ങോട്ടും ഇങ്ങോട്ടും പല അനാവശ്യങ്ങളും പറഞ്ഞതിന് ശേഷം ഒരുത്തം പറയുന്നു, നിനക്കറിയാമോ ഞാൻ ആരാണെന്ന് അറിയാമോ നിനക്കെന്നെ അറിഞ്ഞൂടാ? അപ്പോൾ പെട്ടെന്ന് ഭഗവാൻ അവിടെ പ്രത്യക്ഷമാണ്. ശരിയാണ്, ആരാണെന്ന് അറിഞ്ഞൂടാ, അത് പാത്ത് കണ്ടുപിടിയുക നിങ്ങ എന്ന് പറഞ്ഞ് സ്വാമി അത് തമാശ രൂപത്തിലെടുക്കുന്നതാണ്. വാസ്തവം ഈ ഗർഭിച്ച് വരണില്ലേ, ഇതൊരു തള്ളിപ്പുറപ്പെടും അഹംബുദ്ധി കൊണ്ട് ബധ കൊല്ലുന്നു നീ ചിലരെ നാരായണ എന്ന് വെച്ചാൽ ഈ ഒരു അഹംബുദ്ധി, ഇതാണ് ഇതിൻ്റെ 4ാമത്തെ കർമ്മമാണ്. ഇതിലേറ്റവും കുഴപ്പം പിടിച്ച ആൾ ഈ അഹങ്കാരമാണ്, ഈ ഞാനാണ്. ഈ സമയത്ത് എന്ത് പറ്റുമെന്നറിയാം? ബുദ്ധി നിശേഷമില്ലാതായിട്ടു, വിവേകമില്ല, എന്തും ചെയ്തോളെ, കുത്തിക്കൊന്നുകളെ വേണമെങ്കിൽ കുത്തിക്കൊന്നുകളെ ഒരാളിനെ. പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചത് വാക്കെന്ന് വരണ്ടേ, വാക്കെല്ലാം വളരെ ഇതായിപ്പോയി. ഈ 4 കരണങ്ങളിൽ ബുദ്ധി ജ്ഞാനത്തിൻ്റെ ആളാണ്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് വിചാരമുണ്ടായി വന്നാൽ മതി. വിവേകമുണ്ടായാൽ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞാൽ ഈ ബുദ്ധി വെച്ചുകൊണ്ട് ഈ മനസ്സിനെ അടക്കാൻ പറ്റും. ശാസ്ത്രം എന്തിനാണ് ഇത് ചെയ്യണത്? ശാസ്ത്രം, അതായത് ഈ ഗുരു വേദാന്ത ശാസ്ത്രങ്ങൾ ചെയ്യണത് ഈ ബുദ്ധിയെ തെളിക്കുകയാണ്. ബുദ്ധി ഇപ്പം എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ എല്ലാവരുടെ ബുദ്ധി മന്ദീഭവിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെന്നുള്ളതാണ് ബുദ്ധിയുടെ നിശ്ചയം, ഇപ്പോഴത്തെ നിശ്ചയം. അപ്പോൾ അവർ പറഞ്ഞു അത് പറ്റില്ല, എന്തെങ്കിലുമൊക്കെ ആയിക്കൊണ്ട് പോണ്ട, അതൊക്കെയാണ് വാസ്തവത്തിൽ ആ ഗുരു പറഞ്ഞ വേദശാസ്ത്രങ്ങൾ പറഞ്ഞതനുസരിച്ച് ഇങ്ങനെയൊക്കെ നമുക്ക് വരണം എന്നൊക്കെ നിശ്ചയം ബുദ്ധിയിൽ കൊണ്ടുവരും, ആളുകളെ ബുദ്ധിയിൽ കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാലും വീണ്ടും മനസ്സ് പഴയ പൂർവ്വവാസന പോലെ പ്രവർത്തിക്കും. എന്നാലും പതുക്കെ ഈ മനസ്സിൽ കടിഞ്ഞാണ് വീഴും. നമ്മളെ ഈ ഭഗവാൻ 5 രഥങ്ങളെ തെളിച്ച് നിൽക്കുന്ന ഒരു പടം കണ്ടിട്ടില്ലേ? 5 അല്ല 4ആണ്. ഇത് 4ഉം മനസ്സും ബുദ്ധി ചിത്ത അഹങ്കാരം 4 എണ്ണം. 4 5 4 ഇതിൽ ഭഗവാൻ പിടിച്ചിരിക്കുന്നില്ലേ, അത് ബുദ്ധിയാണ് പിടിച്ചിരിക്കുന്നത്. ബുദ്ധിയാണോ അത്? ഭഗവാനായിട്ടുള്ളത് ബുദ്ധി തന്നെയാണ്. ഇപ്പം നമ്മൾ പറയുന്ന
സൂക്ഷ്മത്തിൽ ആ ബുദ്ധി അതിനെ ഞാണിനെ പിടിച്ചു കഴിഞ്ഞാൽ ഇവർ 3 പേരും 4 പേരുണ്ട്. ഒരേ പാതയിലേക്ക് വരും. അതല്ലെങ്കിൽ ഒരാൾ വടക്കോട്ട് പോകും, ഒരാൾ കിഴക്കോട്ട് പോകും, ഒരാൾ തെക്കോട്ട് പോകും, പടിഞ്ഞാറോട്ട് പോകും. ഇങ്ങനെ അതേസമയം ആ ഞാൻ പിടിച്ചിരിക്കുന്നില്ലേ, ആ ആളിൻ്റെ കഴിവാണ് എല്ലാത്തിനെയും ഒരേ മുഖമായിട്ട് നിർത്തിയിരിക്കുന്നത്. ഇതുപോലെയാണ്. അപ്പോൾ ആ ബുദ്ധി ഒന്ന് തെളിച്ചാൽ മതി. ഇവർ പറയുന്നത് നമുക്ക് ജ്ഞാനോപദേശം എന്ന് പറയുന്നത് ബുദ്ധിയെ സംസ്കരിക്കുകയാണ്. ബുദ്ധി ഇപ്പോഴും നമുക്ക് ബുദ്ധി ഇല്ലെന്നാണ് പറയുന്നത്. അവർ പറഞ്ഞ ബുദ്ധി മന്ദീഭവിച്ചു പോയി. പലർക്കും ബുദ്ധിയേ ഇല്ല. ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്ന് അവർ പറഞ്ഞു. ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ പൂർവ്വജന്മത്തിലെ ആ ദുഃഖ ദുരിത അനുഭവങ്ങൾ സ്മരണയിൽ കൊണ്ടുവന്നിട്ട് ഭഗവാൻ തന്നിരിക്കുന്ന ഈ ജന്മം മുക്തി അടയുന്നതിന് വേണ്ടി ഉപയോഗിക്കും. പൂർവ്വജന്മത്തിൽ നമ്മൾ എന്തൊക്കെയോ ചെയ്ത് നമ്മൾ അറിവില്ലായ്മ കൊണ്ടാണ് ചെയ്തത്. നമ്മൾ ധരിച്ചത് പലതും തെറ്റായിപ്പോയി, പലതുമായി. നമ്മൾ വിചാരിച്ചു അങ്ങനെ അങ്ങനെ പോകുന്നതാണ് ശരി, ഇങ്ങനെ പോകുന്നതാണ് ശരി എന്നൊക്കെ നമ്മൾ വിചാരിച്ചില്ലേ. അതെല്ലാം തെറ്റായിപ്പോയി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ബുദ്ധിയെ സംസ്കരിച്ച് ഈ ചില ഡിറ്റർമിനേഷൻ, ചില തീരുമാനങ്ങൾ ബുദ്ധിയിൽ വരണം, ധാരണകൾ വരും. ആ ധാരണയോടുകൂടി നിന്ന് ഈ ജ്ഞാനം അടയാനേ പറ്റുള്ളൂ. അങ്ങനെയാണ് ഈ ജ്ഞാനം അടയുന്നത് എല്ലാവരും. ഇവിടെ ഈ സ്വാമി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആത്മാവ് സർവഗതൻ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും അനുസ്യൂതമായി ഓടും ഭാവമായിരിക്കുന്നത് ഈ ആത്മാവാണ്. ഈ അറിവാണ്, ഈ ബോധമാണ് എല്ലാത്തിൻ്റെയും സകലത്തിലും കലർന്നിരിക്കുകയാണ്. എങ്ങനെയാണോ സ്വർണം, ആഭരണങ്ങളിൽ സ്വർണ്ണം ഒഴിഞ്ഞൊരു സ്ഥലമില്ലാത്തത്, ആഭരണം പരിശോധിച്ചാലേ അതിൽ സ്വർണ്ണം ഒഴിഞ്ഞൊരു സ്ഥലമുണ്ട്. അതുപോലെ ഒരു കടമെടുത്ത് പരിശോധിച്ചാൽ അതിൽ മണ്ണൊഴിച്ച് ഒരു സ്ഥലമുണ്ട്. ഈ മണ്ണിനെ മണ്ണും കടവും രണ്ടാണോ യഥാർത്ഥത്തിൽ? രണ്ടെന്നുള്ള പോലെയാണ് വ്യവഹാരം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അതിനെ സൂക്ഷിച്ച് നിരീക്ഷിച്ചാൽ ഈ മണ്ണ് കടം എന്ന് പറഞ്ഞ മണ്ണ് തന്നെയാണ്. പിന്നെ കടമെന്നുള്ള ഒരു വ്യവഹാരം ഇതെങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ ഇതാണ് മായാവിശേഷം. ഇതിനാണ് മായാവിശേഷമായിട്ട് മഹത്തുക്കൾ പറയുന്നത്. നാവിനാൽ മണ്ണെ കുടമെൻപാർ ആ കുടം നശിപ്പതും നാവാലെ പാവം നാമരൂപങ്ങളെ മറന്ന് മൺപാർപ്പതേ പരമാർത്ഥം. എന്നുവെച്ചാൽ ഈ നാമരൂപങ്ങളെ മറന്ന് മൺപാർപ്പത്, മണ്ണെന്ന് വെച്ചാൽ ഇതിന് അധിഷ്ഠാന ഉപാദാന കാരണമായിരിക്കുന്ന മണ്ണിനെ നോക്കുന്നതാണ് പരമാർത്ഥം. അതുപോലെ ഈ അറിവിലാണ് ഈ കാര്യങ്ങളെല്ലാം വന്നിട്ട് പോകുന്ന രൂപത്തിലിരിക്കുന്നത്. ജാഗ്രം, സ്വപ്നം, സുഷുപ്തി 3 അവസ്ഥകളിലും ഈ അറിവിൽ വന്നിട്ട് പോകുന്ന ആളുകളാണ്. ജാഗ്രതാണ് നമുക്ക് ഈ ബന്ധങ്ങൾ, ഈ വീട് കാര്യങ്ങളെല്ലാം നമുക്ക് ഉള്ളതായിട്ട് നമുക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത്. സ്വപ്നത്തിലോ ഇതല്ല, വേറെ ഒരു മനോമയമായ ഒരു കാര്യം ഉണ്ടാക്കി അത് നമുക്ക് തോന്നിക്കൊണ്ടിരിക്കും. സുഷുപ്തിയിൽ ഇത് രണ്ടിൻ്റെയും അഭാവം തോന്നിക്കൊണ്ടിരിക്കും. ചോദിക്കുന്ന ഇതാണ്, ഇതിൽ ജാഗ്രമാണോ സത്യം, സ്വപ്നമാണോ സത്യം, സുഷുപ്തിയാണോ സത്യം? ഒരിക്കൽ ജനമഹാരാജാവ് രാത്രി ഒരു സ്വപ്നം കണ്ടെന്നാണ്. മഹാരാജാവ് കണ്ടത് വേറൊന്നുമല്ല, താനൊരു യാചകനായിട്ട്, ഭിക്ഷക്കാരനായിട്ട് വിശന്നിട്ട് നിവൃത്തിയില്ല, അങ്ങനെ ആഹാരം യാചിച്ച് നടക്കുന്നതായിട്ടാണ് സ്വപ്നം കണ്ടത്. ഇങ്ങനെ യാചിച്ച് നടന്ന് പലരും കൊടുത്തില്ല, പലരും ചീത്ത പറഞ്ഞു, പലരും ആട്ടി, ഇതെല്ലാം കണ്ടിങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നടന്ന് ഇതൊക്കെ ഉണർന്നപ്പോൾ അയാളാര് രാജാവായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിനൊരു സംശയം വന്നു, ഇതിൽ വാസ്തവത്തിൽ ഈ രാജാവായിട്ട് ഇപ്പം ഇരിക്കുന്നത് ഞാനാണോ സത്യം, അതോ യാചകരായിട്ട് ആ സ്വപ്നത്തിലിരുന്ന ആ ഞാനാണോ സത്യം എന്ന് ചോദിച്ചു. ഇത് ഇയാൾക്കൊരു ഭ്രാന്ത് പോലെയായി. ഇയാൾ അവിടെ കിടന്നു മന്ത്രിയോട് ചോദിക്കുന്നു, സേനാനായകനോട് ചോദിക്കുന്നു, എല്ലാവരും ചോദിക്കുന്നു, ഇതിൽ ആരാണ് സത്യം, ഏതാണ് സത്യം, ഇതിലേതാണ് സത്യം? അപ്പോഴാണ് അഷ്ടവക്ര മുനി ആ സ്ഥലത്തൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോഴാണ് ഈ കോലാഹലം, ഇവിടെ ജനകസഭയിൽ നടക്കുന്ന ഈ കോലാഹലം അറിഞ്ഞത്.
അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി രാജാവ് ജ്ഞാനോപദേശം ചെയ്യാൻ പറ്റിയ സമയം. അദ്ദേഹം ഉടനെ തന്നെ അവിടെ വന്നു. വന്നപ്പോഴും ഇതേ ചോദ്യം അഷ്ടവക്ര മുനിയാണെന്ന് പോലും അറിയാതെ, അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരുടെ ഒരാളാണ് അഷ്ടാവക്രൻ, ഒന്നും അറിയാതെ വീണ്ടും ചോദിക്കണം, അതാണോ ശരി, ഇതാണോ ശരി. രാജാവ് വട്ടുപിടിച്ചെന്ന് പറഞ്ഞ് അവിടെ എല്ലാം ഉള്ള ആളുകൾ പറഞ്ഞു രാജാവിന് ഒരു കുഴപ്പമില്ലായിരുന്നു, ഇന്ന് രാത്രി ഉറങ്ങിയവരെ കുഴപ്പമില്ലായിരുന്നു, രാവിലെ എണീറ്റപ്പോൾ എന്തോ തലയ്ക്ക് സുഖമില്ലാതായി വട്ടുപിടിച്ചിരിക്കുകയാണ്. അഷ്ടവക്രൻ മനസ്സിലായി, കാരണം പുണ്യശാലിയാണ്. പുണ്യശാലികൾക്കുണ്ടല്ലോ ഇത് ഒരു കൺഫ്യൂഷനാകും. നമുക്ക് കൺഫ്യൂഷനേ ഇല്ല. കാര്യം എന്താ വെച്ചാൽ ബുദ്ധിയില്ലല്ലോ. ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ് കൺഫ്യൂഷൻ ഇല്ലാത്തത്. ഇവർക്ക് ആ ബുദ്ധിയുണ്ട്, സൂക്ഷ്മ നേരെ ബുദ്ധി അടക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, രാജാവേ, നിങ്ങൾ സ്വപ്നത്തിൽ ഭിക്ഷക്കാരനായിട്ട് കണ്ടു അല്ലേ? ഇങ്ങോട്ട് പറയണം, ഇങ്ങോട്ടൊന്നും പറഞ്ഞില്ല. ഇപ്പം നിങ്ങൾ രാജാവായിട്ടിരിക്കുന്നു അല്ലേ? ഇതിലേതാണ് ശരിയെന്നല്ലേ നിങ്ങൾ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, രാജാവേ, സ്വപ്നത്തിൽ കണ്ട ഭിക്ഷക്കാരനും ശരിയല്ല, സത്യമല്ല. ഇപ്പോൾ ഇരിക്കുന്ന ഈ രാജാവും സത്യമല്ല. പക്ഷെ നിങ്ങൾ സത്യമാണ് കേട്ടോ. നീ സത്യമാണ്, നീയാണ് സത്യം. ആ നിന്നിലാണ് ഈ രാജാവ് തോന്നിയതും ആ ഭിക്ഷക്കാരൻ തോന്നിയതും. ഇത് രണ്ടും ഒരുപോലെ മിഥ്യയാണ്, ഇല്ലാത്തതാണ്. ശരിക്കും നീ സത്യമാണെന്ന് പറഞ്ഞു. നീ സത്യം ജ്ഞാനമാനന്ദം എന്നൊക്കെ പറഞ്ഞ് പാടി നീ സത്യമാണെന്ന് പറഞ്ഞു. അതോടുകൂടി വട്ട് സ്വപ്നമെന്ന് കുറഞ്ഞു. രാജാവ് ചിന്ത തുടങ്ങി. ശരിയാണല്ലോ അല്ലേ? ആലോചിച്ചാൽ ശരിയാണ്. കാരണം രാജാവായിട്ടിരുന്നതും ഈ അവസ്ഥ വിടുമ്പോൾ നീങ്ങിപ്പോകണം, പിച്ചക്കാരനായിട്ടിരുന്നതും ആ അവസ്ഥ വിടുമ്പോൾ നീങ്ങിപ്പോകണം. പക്ഷെ ഞാനായിട്ടിരിക്കുന്നത് എല്ലായിടത്തും തുടർന്നിരിക്കുന്നതുകൊണ്ടാണല്ലോ ഈ പിച്ചക്കാരനും ഈ രാജാവും ഒക്കെ ഇതിൽ തോന്നാനും അറിയാനും ഒക്കെ സാധിച്ചതല്ലേ ഇതിനെയാണ് ലക്ഷണാവൃത്തി എന്ന് പറഞ്ഞത്. ഈ ലക്ഷണാവൃത്തിയിൽ തന്നെ ഉണർന്നു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. യഥാർത്ഥമായിരിക്കുന്ന ആത്മാവിനെ ഉണർന്നു ആര്? ജനകൻ. അതോടുകൂടി അദ്ദേഹത്തിന് ചിന്ത ആരംഭിച്ചു. സകല സമയവും ചിന്ത. അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഇതെല്ലാം ചുമ്മാ ഇങ്ങനെ കണ്ടെങ്കിൽ കളയുന്ന ആളല്ല ജനകൻ. അതാണ് നമ്മൾ ഈ ജനക മഹാരാജാവും നമ്മളെയും ഗുരുവാണ്. അച്ഛൻ പറയും ജനകൻ എന്ന് വെച്ചാൽ അച്ഛൻ എന്നാണ് അർത്ഥം. അച്ഛൻ എന്ന് വെച്ചാൽ നമ്മളെ എല്ലാവരുടെയും അച്ഛൻ എന്നാണ് പറയുന്നത് ജനകൻ. കാര്യം അദ്ദേഹം അധ്യാത്മരംഗത്ത് തന്നിരിക്കുന്ന ഈ സംഭാവന എന്ന് പറഞ്ഞാൽ ചെറുതല്ല. കാരണം കൂടുതലും ഗൃഹസ്ഥന്മാരല്ലേ ചേച്ചി. എത്ര സന്യാസിമാരുണ്ട് ചേച്ചി ഒരു ഈ ലോകത്ത്? വിരലിലെണ്ണാവുന്ന സന്യാസിമാരേ ഉള്ളൂ. പക്ഷെ ഗൃഹസ്ഥന്മാർ എത്രയുണ്ട്? എണ്ണിയാലൊടുങ്ങാത്ത ഗൃഹസ്ഥന്മാരുണ്ട്. പക്ഷെ ഈ ഗൃഹസ്ഥനായിട്ട് നിന്ന് ഈ ജനക മഹാരാജാവ് ഇത് സാധിച്ചത് ഗൃഹസ്ഥന്മാർക്കൊരു ഭയങ്കര ഒരു സഹായമായിരിക്കും. അതാണ് ജനകൻ എന്ന് പറയാൻ കാരണം. നമ്മുടെ എല്ലാം അച്ഛനാണ്. കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇതിൻ്റെ സകല രഹസ്യങ്ങളും അറിയാം. നമ്മുടെ ത്രിപുര രഹസ്യം ജനമഹാരാജാവിൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത് പല സ്ഥലങ്ങളിലും ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വന്നത് എന്താണ്? സർവത്ര സുലഭമായിരിക്കുന്ന ആ ആത്മസ്വരൂപത്തെ അല്ലെങ്കിൽ ആ അറിവിനെ, ആ ബോധത്തെ നമ്മൾ സമീക്ഷിക്കാൻ നമുക്ക് സാധിക്കാത്തതിൻ്റെ കാരണം മനസ്സ് പ്രബലമായി ഇതിൽ പ്രവർത്തിക്കുന്നതാണ്. എങ്ങനെ പ്രവർത്തിക്കുന്നു? ഈ ലോകകാര്യങ്ങൾ സത്യമെന്ന് ഈ ജാഗ്രത അവസ്ഥയിൽ മാത്രമാണ് ഈ ലോകകാര്യങ്ങളുള്ളത്. ഇവിടെയാണ് മോനും വീടും ബാങ്കിലിട്ടേക്കുന്ന കുറച്ച് പൈസയും ബന്ധുക്കളും ശത്രുക്കളും ഒക്കെ ഉള്ളത് ഇവിടെയാണ്. ഇത് സത്യമായിരുന്നെങ്കിൽ അത് ഉടനീളം ഇത് നമ്മളെ കൂടെ ഇരുന്നേനെ. എല്ലാവർക്കും അറിയാം സുഷുപ്തിയിൽ ഇതെല്ലാം അഭാവമായി താൻ മാത്രമായിട്ടിരിക്കുന്ന ഒരു നില വരുന്നുണ്ട്. അവിടെ ഇരുട്ടാണ്. ഇതെല്ലാം പ്രകാശിച്ചിരുന്ന ആ ഭാഗം ഇരുട്ടായിട്ടിരിക്കും. പക്ഷെ ആ ഇരുട്ടിനെ അറിഞ്ഞുകൊണ്ട് ആത്മാവ് അവിടെ വർത്തിക്കുന്നു. അവിടെ സ്വപ്നത്തിൽ എന്തോ കുറേ കാര്യങ്ങൾ മനോമയമായിട്ട് മനസ്സ് സങ്കല്പിച്ചുണ്ടാക്കി കണ്ടു. ജാഗ്രതത്തിലും അങ്ങനെ തന്നെ എന്നാണ് പറയുന്നത്. മനസ്സിൻ്റെ കൽപ്പനയാണ് പോലും ഈ ജാഗ്രവും നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതും സ്വപ്നം തന്നെയാണെന്നാണ് വാസ്തുക്കളുടെ പ്രസ്താവനകൾ. ജാഗ്രത എങ്ങനെ സ്വപ്നം അല്ലാതെ ആവും? സ്വപ്നം തന്നെ ദീർഘസ്വപ്നം ജഗം. ഈ ദീർഘമായിരിക്കുന്ന സ്വപ്നം, വളരെ നീളം കൂടിയ ഒരു സ്വപ്നത്തെയാണ് ഈ ജാഗ്രമായിട്ട് പറഞ്ഞത്.
ഷോർട്ട് സ്വപ്നം തന്നെയാണ് സ്വപ്നമായിട്ട് പറഞ്ഞത്. അതുകൊണ്ട് നമുക്കറിയാം, സ്വപ്നം കണ്ട് ഒരാളിനെ രാത്രി ഒരാളുടെ പണപ്പെട്ടി ആരും എടുത്തിട്ട് ഓടിക്കളഞ്ഞു, അയാൾ കിടന്ന് നിലവിളിച്ചു, ഓടി കൂവി, അവിടെയൊക്കെ നടന്നു, പരാതി പറഞ്ഞു, കരഞ്ഞു, പെട്ടെന്ന് ഉണർന്നുപോയി. അതോടുകൂടി അയാളുടെ വിഷമം തീർന്നു. അയാൾക്ക് മനസ്സിലായി ഇത് വെറുതെ തോന്നിയൊരു കാര്യമാണ്, കഷ്ടമായിപ്പോയി. എന്നാലും ആ സമയത്ത് കിടന്ന് വിഷമിച്ചില്ലേ ചേച്ചി, അല്ലേ? അതുപോലെ ജാഗ്രതയിലും എല്ലാവരും കിടന്ന് വിഷമിക്കുകയാണ്. കാരണം ഈ ദശ ഉണരണമെങ്കിൽ ജ്ഞാനം ഉണ്ടാവും. ഈ ജാഗ്രത ദശ ജ്ഞാനത്തിലേക്ക് ഉണർത്താനാണ് മഹത്തുക്കൾ ശ്രമിച്ചിരിക്കുന്നത്, സ്വപ്നത്തിനല്ല. സ്വപ്നം അവർ ചൂണ്ടിക്കാണിക്കും. സ്വപ്നത്തിൽ നീ ഒരവസ്ഥയിൽ അകപ്പെട്ടിരുന്ന സമയത്ത് നീ വിഷമിച്ചില്ലേ, നീ സന്തോഷിച്ചില്ല, ലോട്ടറി അടിച്ചത് സന്തോഷിച്ചു, 1 കോടി 7 കോടിയോ 17 കോടിയൊക്കെ കിട്ടിയതായിട്ട് കണ്ടു, ഓടി ആഹ്ലാദിച്ചു, അവിടെയൊക്കെ കിടന്ന് ഓടി. ഇത് വാസ്തവമായിരുന്നോ? ഇത് ഉണർന്നപ്പോൾ നിനക്ക് എന്ത് തോന്നി? അയ്യോ കഷ്ടം. ഇതെല്ലാം വെറുതെ സങ്കല്പ രൂപത്തിൽ, അതാണ് സ്വപ്നം. ആ സ്വപ്നമായിട്ട് കണ്ട കാര്യങ്ങളാണ്, വാസ്തവമല്ല. ഇതിനെ ബോധിക്കാതിരിക്കുന്നത് കൊണ്ടാണ് വാസ്തവത്തിൽ നമുക്ക് വ്യവഹാരം ഉണ്ടായി ഇതിൽ ദുഃഖം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ദുഃഖം എന്തെന്നറിയാമോ? മനസ്സിൻ്റെ കലക്കത്തിനെയാണ്. മനസ്സ് കലങ്ങുകയും, വ്യവഹാരം എന്ന് വെച്ചാൽ ഇളക്കം, മനസ്സ് ഇളകുകയും ചെയ്യും. ഒരു ശുദ്ധ ജലാശയങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ജലം കലങ്ങാതെയും ഇളകാതെയും നിന്ന് അടിത്തട്ട് കാണാം, അല്ലേ? ഇപ്പോൾ ജലാശയത്തിൻ്റെ അടിത്തട്ട് കാണണമെങ്കിൽ ജലം ഒന്ന് നിശ്ചലമാവണം, അതിൽ ഓളം വരാൻ പാടില്ല. അതുപോലെ കലക്കം വരാൻ പാടില്ല, ഈ അടിയിലത്തെ ചെടി കലങ്ങി വരാം. ഇതിൽ ദുഃഖം എന്ന് പറഞ്ഞാൽ കലക്കമാണ്. ദുഃഖം എന്ന് വെച്ചാൽ അത് ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് അത് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ, ദുഃഖമാണ്. അതുപോലെ അതാണ് കലക്കം. അതിലേക്ക് വേണ്ടി അതിനെ വീണ്ടും വീണ്ടും സമ്പാദിക്കണം എന്നുള്ള വിചാരത്തിൽ ബുദ്ധിയെ ഇട്ട് കറക്കുന്നത് മനസ്സിന്. ബുദ്ധി ഇവിടെ ഇല്ല. ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കറക്കുന്നതിനെയാണ് വ്യവഹാരം. അതാണ് ഇളക്കം. ഈ വിക്ഷേപവും ഈ ആവരണവും, ഇതിനെ രണ്ട് പേരിട്ട് വിളിക്കുകയാണ്. ഒന്ന് വിക്ഷേപം, അതാണ് ഇളക്കം. ആവരണം എന്ന് പറഞ്ഞാൽ കലക്കം. ഇത് രണ്ടിനെ മാറ്റുന്നതിന് വേണ്ടിയാണ് ഈ ഗുരു വേദാന്ത ശാസ്ത്രങ്ങൾ പുറപ്പെട്ടു വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല, നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല, നമ്മുടെ ആത്മസ്വരൂപമായിട്ട് തന്നെ നാം ഇരിക്കുകയാണ്. പക്ഷേ അതിനെ ഉണരാൻ സാധിക്കുന്നില്ല. അതിന് എന്തോ ഒരു തടസ്സം. അവർ മൊത്തത്തിൽ ഇതിനെ അനലൈസ് ചെയ്ത് പറഞ്ഞു, ഇത് പാവശക്തിയുടെ ഫലമാണ്. പൂർവ്വജന്മത്തിൽ ചെയ്ത കർമ്മവാസനകളെല്ലാം കൂടെ പാപശക്തി രൂപത്തിൽ നിൽക്കുകയാണ്. ഇവനെ അടുത്താൽ പോലും അതിലേക്ക് പോകാൻ പറ്റില്ല. ശക്തിയായിട്ട് ഈ തടാകത്തിൽ കിടക്കുന്ന പായലിനെ നീക്കിയാൽ വെള്ളം കാണും. പക്ഷെ പായൽ നീക്കി കുറച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ അത് തിരിച്ചു വന്ന് പിന്നെ കൂടിക്കളയും, അല്ലേ? ഇപ്പം നമ്മൾ ഓരോ സാധനങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ ശ്രവണം ചെയ്ത് ഏതാണ്ട് ഇത് ഒത്തിരി ഒന്ന് ഇതായാലും ആ പായൽ പിന്നെയും വന്ന് കൂടും. ഈ പായൽ വേറെ ആരുമല്ല, മനോവൃത്തികളാണ്. മനോവൃത്തിയിൽ എങ്ങനെ തടിക്കുന്നു എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു, ഈ ലോകം സത്യം എന്ന്, ഈ ജാഗ്രത അവസ്ഥ സത്യം എന്നുള്ള നമ്മുടെ അന്ധമായ വിശ്വാസമാണ് ഇതിനെ തടിപ്പിച്ചിരിക്കുന്നത്. ഇത് പറയുന്നു, ഇതെല്ലാം പറഞ്ഞില്ലേ, ഇതിന് കൽപ്പനയും വന്തവാറ് കാട്ടിനോ കാണുമ്പോഴെല്ലാം സ്വപ്നം പോലെ എണ്ണി തുനിന്തവൻ ജ്ഞാനിയാവൻ. ഈ കൽപ്പന വന്നത് എന്നാൽ ഈ സൃഷ്ടി എങ്ങനെ ഉണ്ടായെന്നുള്ളതിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. ഇതിനെയാണ് ആരോപം എന്ന് പറയുന്നത്. അതായത് ഈ അറിവിൽ തോന്നലായിട്ടിരിക്കുന്ന ഈ ജാഗ്രസ്വപ്നം സൃഷ്ടിക്കുന്ന 3 അവസ്ഥ, ഇതാണ് ഇതിൽ തോന്നലായിട്ടിരിക്കുകയാണ്. ഇതിനെപ്പറ്റി നമ്മൾ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ശ്രുതി പറയണം, കൽപ്പനയും വന്തവാർ കാട്ടിനോ കാണുമ്പോഴെല്ലാം സ്വപ്നം പോലെ എണ്ണി തുണിന്നവൻ ജ്ഞാനിയാവൻ. ഇതെല്ലാം സ്വപ്നം പോലെ വിചാരിച്ച് എണ്ണി തള്ളിക്കളഞ്ഞവനാണ്, അവനാണ് ജ്ഞാനിയാവൻ. അവൻ ജ്ഞാനിയാവും. അവൻ്റെ സ്വഭാവം എന്തിനാണെന്ന് വെച്ചാൽ, ചെപ്പുതയും മഴക്കാലം പോയി തെളിந்த ആകാശം പോലെ അത്ഭുതമുക്തി ചേരും അപവാദ വഴിയും കാണാം. അവർക്ക് ഈ മഴക്കാർ മൂടിയിരുന്ന ആ കാർമേഘങ്ങൾ നീങ്ങി ആകാശം തെളിയുന്നത് പോലെയുള്ള അനുഭവമാണ്. എങ്ങനെ തൻ്റെ ആ ചിത്തം തെളിഞ്ഞ് ആ അത്ഭുത മുക്തി ഉണ്ടാകുന്നൊരു സ്വഭാവത്തിൽ ഏർപ്പെടും. ഇതാണ്
ഇവർ പറയുന്ന ഈ വഴി. ഈ കോശങ്ങളെപ്പറ്റി നമ്മൾ ഇപ്പോൾ പറഞ്ഞില്ലെങ്കിലും ഈ കോശങ്ങളെല്ലാം സ്ഥൂലമാണ്. അതുകൊണ്ടാണ്, അതുമാത്രമല്ല ആത്മാവിൽ തോന്നുന്നവയാണ്. ഈ അന്നമയ കോശത്തെ നമുക്കറിയാം. ഈ അന്നമയ കോശം എന്ന് പറയുന്നത് ഈ ശരീരം, ഈ സ്ഥൂല ശരീരത്തിനെയാണ് അന്നമയ കോശം എന്ന് പറയുന്നത്. ഈ അന്നമയ കോശം തന്നെ അറിയപ്പെടുകയാണ്. ഈ അന്നമയ കോശം നമുക്കറിയാം, ഇത് അന്നം കൊണ്ടാണ് ഇത് വൃത്തിപ്പെട്ട് നിൽക്കുന്നത്. അന്നമില്ലാതിരുന്നാൽ, പോഷകാംശം കുറഞ്ഞാൽ ഇത് ഇല്ലാതായിപ്പോൾ ഈ അന്നമയ കോശം നശിച്ചു. ഇതിൻ്റെ ഉള്ളിലാണ് പ്രാണമയ കോശം. അതും ഇതുപോലെ പ്രാണനും ഈ തുരുത്തി പോൽ ഊതും. അതായത് നമ്മൾ കൊല്ലൻ്റെ ആലയിൽ ഒരു തുരുത്തി ഉണ്ടല്ലോ, അത് അയാളിങ്ങനെ ചവിട്ടുമ്പോൾ വികസിക്കും, വിടുമ്പോൾ ചുരുങ്ങും. അപ്പോൾ ഈ സമയത്ത് കാറ്റിങ്ങനെ വെളിയിലോട്ട് വരും, കുറേ കാറ്റകത്തോട്ട് കയറും. ഇതുപോലെ ഒരു സാധനമാണ് ഈ പറയുന്ന ലങ്സായിട്ടിരിക്കുന്നത്. ഇതിങ്ങനെ ഊതുകയും എടുക്കുകയും തിരിച്ചുവിടുകയും അകത്തോട്ട് വിടുക. ഇതാണ് ഉച്ഛ്വാസ നിശ്വാസങ്ങൾ. ഇതൊരു തുരുത്തി പോലെയാണ്. ഇതെല്ലാം നമുക്കറിയാമല്ലോ. അയ്യോ എനിക്ക് ശ്വാസം കുറവാണെന്നാണ് തോന്നുന്നത്, അയ്യോ എനിക്ക് ഭയങ്കരമായിട്ട് കിതപ്പ് വരുന്നു, ഭയങ്കരമായ ശ്വാസോച്ഛ്വാസം ഇങ്ങനെ കിതയ്ക്കുന്നു. ഇതൊക്കെ നമുക്കറിഞ്ഞൂടെ? അറിയാന്ന് പറഞ്ഞ അർത്ഥം ഇത് അറിയപ്പെടുന്ന ഒരു പൊരുളായി മാറി. അതിൻ്റെ അർത്ഥം ഇത് നമുക്ക് ദൃശ്യമായി പോയി, ഉച്ഛിഷ്ടമായ പൊരുളായി. ഇതാണ് ആത്മാവല്ല. ഏതാണോ ഉച്ഛിഷ്ടമാകാത്തത് ആത്മാവാണെന്നുള്ള ഒരു കൺസെപ്റ്റിൽ നമ്മൾ വന്നാൽ നമുക്കറിഞ്ഞൂടെ ഇതെല്ലാം നമ്മൾ അറിയപ്പെട്ട ഉച്ഛിഷ്ടമായി. അതുപോലെ പ്രാണമയ കോശം അറിയപ്പെട്ടു, മനോമയ കോശം അറിയപ്പെട്ടു. മനസ്സും ഇന്ദ്രിയങ്ങളും കൂടെ ചേർന്നതിനെയാണ് മനോമയ കോശം എന്ന് പറയുന്നത്. മനസ്സ് നമുക്കറിയാം, സങ്കല്പം ചെയ്തുകൊണ്ട് ഈ രാഗദ്വേഷ മതമത്സരങ്ങൾ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. എപ്പോൾ നോക്കിയാലും അസൂയ, കുശുമ്പ്, കുണ്ടൻ, ഉന്നായ്മ, ഇത് മനസ്സാണ്. മനസ്സെന്ന് പറഞ്ഞാൽ വൃത്തികളെന്നാണ് അർത്ഥം, മനോവൃത്തികളാണ്. ഇതിനെ നമ്മൾ അറിയുന്നില്ലേ? നമ്മൾ പലരും പറയുന്നില്ലേ, ഓ അവളെ കണ്ടപ്പോൾ എനിക്ക് അസൂയ തോന്നി എന്ന് നമ്മൾ പറയുന്നില്ലേ ചേച്ചി? അതിൻ്റെ അർത്ഥം ഈ മനസ്സിൽ വന്ന അസൂയയെ നമ്മൾ അറിഞ്ഞിരിക്കുകയല്ലേ, അല്ലേ? ഓ അവനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കടിച്ചു നിന്ന് കീറുന്ന ദേഷ്യമുണ്ടായി, ഇത് കണ്ടില്ലേ? അപ്പോൾ ഇതെല്ലാം കാണുന്നതുകൊണ്ട് മനസ്സിനെ അറിയുന്നവനായിട്ട് താൻ ഇരിക്കുന്നതുകൊണ്ട് അറിയപ്പെടുന്ന പൊരുളിൽ അറിയുന്നവനില്ല. അറിയുന്നവൻ എന്തായാലും ഈ അറിയപ്പെടുന്ന പൊരുളിൽ നിന്ന് അന്യനാണ്. അങ്ങനെയാണെങ്കിൽ അത് ആരാണെന്ന് നോക്കണ്ട, തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ. അപ്പം ഇതിനെ വിടാമല്ലോ. അപ്പം ഇത് കണ്ടു, അതുകൊണ്ട് ഈ അന്നമയ കോശം ഞാനല്ല, ഈ മനോമയ കോശം ഞാനല്ല, വിജ്ഞാനമയ കോശം. ബുദ്ധിയും ഇന്ദ്രിയങ്ങളും കൂടെ ചേർന്നത് തന്നെയാണ് വിജ്ഞാനമയ കോശം. എനിക്ക് നല്ല ധാരണയുണ്ടായിരുന്നു എന്ന് നമ്മൾ പറയും. ചില നിശ്ചയങ്ങൾ എനിക്ക് വന്നു, അങ്ങനെ തന്നെ ചെയ്യണം, ഇത് ബുദ്ധിയാണ്, അങ്ങനെ ചെയ്യണം, അതിൽ മാറ്റമൊന്നുമില്ല. മനസ്സിന് ആട്ടമുണ്ട്. മനസ്സെപ്പോഴും പറയുമോ, വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഇത് മനസ്സ്, അങ്ങനെ തന്നെ ചെയ്യണം, അത് ബുദ്ധി. അപ്പം അതിൽ ഡിറ്റർമിനേഷൻ, കുറച്ച് തീരുമാനങ്ങൾ കുറച്ച് കൂടുതലാണ്. അത് കുറച്ചുകൂടെ ഉള്ളിലുള്ള കാഴ്ചപ്പാടാണ്. ഈ ബുദ്ധിയെ നമ്മൾ അറിയണം. എനിക്ക് ബുദ്ധി വർക്ക് ചെയ്തില്ല, അതൊന്നോട്ട് അങ്ങനെ ഒരു വിചാരിക്കാൻ എനിക്ക് പറ്റിയില്ല. ഇത് ബുദ്ധിയെ അറിയണതാണ്, ബുദ്ധിയെ അറിയണം. അതാണ് വിജ്ഞാനമയ കോശവും ആത്മാവല്ല. അടുത്തത് ആനന്ദമയ കോശം. ഇതാണ് സുഷുപ്തിയാവസ്ഥ. ഈ സുഷുപ്തിയാവസ്ഥയെ പറ്റി പരിശോധിച്ചിട്ട് അവർ പറഞ്ഞു, ഇത് ഈ പറയുന്ന അവിടെ നിൽക്കുന്നത് ആനന്ദമയ കോശവും അതുപോലെ പ്രാണന്റെ ഒരു ഉപാധിയുമാണ്. ഈ രണ്ടും കൂടി ചേർന്നാണ് ആനന്ദമയ കോശമായിട്ടിരിക്കുന്നത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതും അറിയപ്പെടുകയാണ്. കാരണം എന്തെന്നാണ്, ഇതിൻ്റെ ആ ശൂന്യം അറിയപ്പെടുകയാണ്. ഇതിൽ വരുന്ന ഇരുട്ട് അറിയപ്പെടുകയാണ്. ഇതാണ് കാരണ ദേഹം. ഇത് തന്നെയാണ് അജ്ഞാനം. ഈ അജ്ഞാനവും അറിയപ്പെടുകയാണ്. ഏത് രൂപത്തിലായാലും അറിയപ്പെടുന്നതൊന്നും ആത്മാവല്ല. ഇനി അറിയുന്നവനാണ് ആത്മാവ്, അറിയുന്നവനും ആത്മാവല്ല. അറിയപ്പെടുന്ന പൊരുളുകൾ കെട്ടടങ്ങിയാൽ അറിയുന്നവനും ആരുമില്ല. ഇതിൻ്റെ എല്ലാം ശുദ്ധ അഭാവത്തിൽ താൻ മാത്രമായിട്ടിരിക്കുന്ന ഒരു നില
ഇതിൽ വരും. അതാണ് ആത്മസ്വരൂപം എന്നല്ല നിർവികൽപ്പ സമാധി. അത് ഇതിൽ വരാൻ വേണ്ടി തടസ്സം മനസ്സ് ലോക വ്യവഹാരത്തിൽ പെടുന്നതാണ്. ഈ പായലെന്ന് പറയുന്നുണ്ടല്ലോ, ആ കുളത്തിലെ പായൽ നീക്കിയാൽ നീങ്ങും, പക്ഷേ വീണ്ടും വന്ന് പഴയ പോലെ വന്ന് കയറിക്കളയും. ഇതുപോലെ നമ്മൾ ഇപ്പോൾ ദേഷ്യം വന്നു, ഒരു മോൻ്റെയോട് ദേഷ്യം വന്നു, കലശലായ ദേഷ്യം വന്നു, രക്തം ചൂട് പിടിച്ചു തിളച്ച് നിൽക്കുന്ന സമയത്താണ് അവൻ വന്ന് അമ്മയുടെ കാലിലോട്ടങ്ങ് വീണ് നമസ്കരിച്ചിട്ട്, അമ്മ ക്ഷമിക്കണം, ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്. പെട്ടെന്ന് ആ ദേഷ്യം പോണാണ് അല്ലേ? അപ്പോൾ ഇതൊക്കെ വരും പോകും. യഥാർത്ഥത്തിൽ ഇതെല്ലാം ഒരു 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 സ്റ്റേണിറ്റി ഇല്ലാത്തതാണ്. ഇതിന് ആധാരം എന്തിനാ? ഇതൊക്കെ ഈ ദേഷ്യം വരാനും അല്ലെങ്കിൽ സ്നേഹം ഉണ്ടാകാനും എന്തിനാണ് ആധാരം? ഇതിൻ്റെ ബാക്ക് ചിന്തിച്ചാൽ ഒന്നുമില്ല. ഇതിൽ യഥാർത്ഥത്തിൽ ഒന്നുമില്ല. ഇതെല്ലാം വൈകാരികതകളാണ്. ഇതെല്ലാം നമ്മളുടെ അറിവില്ലായ്മ കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. അതല്ലെങ്കിൽ ഒരു സമനിലയാണ്. ഈ സമനില നമ്മുടെ സ്വരൂപമാണ്. ഈ സമനില ഇതിലാണ് ആ ഓസിലേഷൻ വരുന്നത്. മുകളിലോട്ട് പോസിറ്റീവ് പീക്ക്, താഴോട്ട് നെഗറ്റീവ് പീക്ക്. ഇതിനെ വന്ന് നിൽക്കും. ഇതിനെ മാറ്റുന്നതെല്ലാം ആ എക്സ് ആക്സിസ്റ്റായിട്ട് അങ്ങനെ ഇരിക്കുന്നതാണ് സമാധി അനുഭവം. അതിലൊരു ഓസിലേഷനും ഇല്ല. ഓസിലേഷൻ വരുന്ന ഈ ലോകം സത്യമാണെന്നുള്ള ബുദ്ധി നിശ്ചയം കൊണ്ടാണ്. ആ ബുദ്ധിയിൽ വികലമായ ഒരു നിശ്ചയമാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് ഈ ലോകം, ഈ പ്രപഞ്ചം സത്യമാണ്, ഞാൻ ഈ ദേഹമാണ് എന്നുള്ളത് ഈ അജ്ഞാനം ഇത് പ്രബലമായിരിക്കുകയാണ്. അവർ പറഞ്ഞു ഇതിനെയാണ് ആദ്യം അവരെ തകർത്ത് കളയണത്. അവർ പറഞ്ഞു ഈ ദേഹം തന്നാൽ അറിയപ്പെടുന്നു. ദേഹം മാത്രമല്ല, ഈ കോശങ്ങളെല്ലാം തന്നാൽ അറിയപ്പെടുന്നു. ഈ പറയുന്ന സ്ഥൂലദേഹമോ സൂക്ഷ്മദേഹമോ കാരണദേഹമോ നീയല്ല. കാരണം എന്താണ്? ഈ മൂന്നിനെയും നീ അറിയുന്നു. ഈ മൂന്നിനെയും പ്രകാശിപ്പിച്ചറിയുന്നു. ഈ മൂന്നിൻ്റെയും വൃത്തിക്ഷയങ്ങളെ നമുക്കറിയാം. അജ്ഞാനം നീങ്ങിയ കാരണശരീരം ഇല്ലാതായിപ്പോവും. സ്വപ്നം നീങ്ങിയാൽ സൂക്ഷ്മ ശരീരം ഇല്ലാതായിപ്പോവും. ഒരു സൂക്ഷ്മ കാരണദേഹങ്ങളെല്ലാം വാസ്തവത്തിൽ ഒരു മന്ദ അന്ധകാരത്തിൽ കയറിൽ തോന്നിയ പാമ്പ് പോലെ മാത്രമേ ഉള്ളൂ. അവിടെ ആ അന്ധകാരം മാറി പ്രകാശമാവൂട്ടാൽ ഒരു പറയുന്നു അങ്ങനെ ഒന്നില്ലേ ഇല്ല, അത് വെറും ഒരു ഭ്രമമായിരുന്നോ എന്ന് ജ്ഞാനികളുടെ അനുഭവം. ജ്ഞാനികൾ പറഞ്ഞു, അയ്യോ കഷ്ടം, ഞാൻ ഇത്രയും മണ്ടവനായിപ്പോയല്ലോ, ഇത്രയും പകൽ പോലെ ഇത്ര പ്രകാശിച്ച് ഈ തത്വങ്ങളെ പറഞ്ഞും കേട്ടും ഉണർന്നും ഞാൻ നിന്നിട്ടും വീണ്ടും 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 ഞാൻ ആ വാസനാഗതമായിട്ട് ഈ കാര്യങ്ങളിൽ വ്യവഹരിച്ച് എൻ്റെ ആ ജ്ഞാനശക്തിയെ ഞാൻ ഇല്ലാതാക്കി കളഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് അവർ നിലവിളിച്ചിട്ടുണ്ട് പലരും. ഇതെന്തൊരത്ഭുതം. കാരണം മായ പ്രവർത്തിക്കുന്നതാണ്. അറിഞ്ഞില്ലേ? ഭഗവാന്റെ 2 രൂപങ്ങളാണ്. ഒന്ന് അദ്ദേഹത്തിൻ്റെ നിർവികാര നില, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം. അതിൽ ശക്തി എന്ന മായ, മായനീ മനസ്സ് ചേരുമ്പോൾ അതിലൊരു ശക്തിഭാവം പ്രകടമാവും. പക്ഷേ ഈ ശക്തനെ വിട്ട് വേറെല്ലെന്ന് ഇതിലേക്ക് ചേർത്ത് മാറ്റിക്കളഞ്ഞാൽ അവർ പറയുന്നു സാക്ഷാൽ ആ നിർവികാരമായ ബ്രഹ്മസ്വരൂപം നില തന്നെ. ഇതനുഭവിച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നു ഈശ്വരത്വം വരിക. ആ ഈശ്വരത്വത്തിൽ ഇരുന്നുകൊണ്ട് അവരുടെ പ്രാരബ്ധം മുഴുവൻ അനുഭവിച്ച് പരിപൂർണമായ വിദേഹമുക്തി കൈവരിക്കുക. ചേച്ചി കർമ്മം അനുഭവിക്കാൻ ആർക്കും ആരെയും വിടുകയില്ല. പക്ഷെ കർമ്മം അനുഭവിക്കുമ്പോൾ ജ്ഞാനം ഇല്ലാതിരുന്നാൽ വീണ്ടും വീണ്ടും കർമ്മം വന്നിട്ട് എത്രയോ ജന്മങ്ങൾക്ക് കാരണമാകുന്ന വിത്തുകൾ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ജ്ഞാനം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ കർമ്മവിത്തുകൾ ഇല്ലാതായിപ്പോകും. പിന്നെ പൊടിക്കാനൊന്നുമില്ല. വിത്തുണ്ടെങ്കിൽ പൊടിക്കും. വിത്തെന്ന് പറഞ്ഞാൽ കർമ്മമാണ്. കർമ്മവാസനകളാണ് വിത്ത്. നമുക്കൊരു ഇപ്പം നിങ്ങളൊക്കെ വളരെയധികം മെച്യൂറായിപ്പോയി. കാരണം എന്താ വെച്ചാൽ ഈ പറയുന്ന കണക്ക് ഒന്നുമില്ല. ഇപ്പം നമുക്ക് അങ്ങനെ ഒരു വ്യാമോഹങ്ങളും ഇല്ല. ഈ ലോകം അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകളെയാണ് നമ്മളെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളത് വിശ്വസിക്കാൻ തയ്യാറല്ലാണോ? അത് ഒരു മഹൽ ശക്തി എല്ലാവരെയും നോക്കുന്നു. ആ ശക്തി തന്നെയാണ് എന്നെ നോക്കുന്നത്. ഞാനാണ് എൻ്റെ കുട്ടിയെ രക്ഷിച്ചതെന്ന് പറയാൻ ഏതെങ്കിലും അമ്മയ്ക്ക് പറ്റുമോ? ഈ വാഹനത്തിൻ്റെ ഇടയിൽ കൂടെയും അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ യാത്ര ചെയ്ത് പോകുന്ന ഈ കുഞ്ഞുങ്ങൾ
തിരിച്ച് വീട്ടിൽ വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും കഴിവാണ്, എല്ലാം ആ ഈശ്വരൻ്റെ ചേലല്ലേ എന്ന് മനസ്സിലാക്കിയ ബോധപൂർവം ആ ഈശ്വരനിൽ വിട്ടിട്ട് താൻ സ്വതന്ത്രമായി നിന്ന് ഈ കാര്യങ്ങളിൽ പ്രവർത്തിച്ചാൽ അവർ പറയുന്നു സുസാധ്യമായിട്ട് ഇതിന് അനുഭവം വരും. അച്ഛനൊക്കെ അതിൻ്റെ ആളുകളാണ്. അച്ഛൻ മനസ്സിലാക്കി, പഠിച്ചു നോക്കി, രക്ഷയില്ല, നല്ല ഉദ്യോഗമൊന്നും കിട്ടിയില്ല, എന്തൊക്കെയൊക്കെ ചെയ്തു നോക്കി അച്ഛൻ. അച്ഛന് ഒന്നിലും യാതൊരു സക്സസ്സും ഇല്ല. അവസാനം എന്ത് ചെയ്തു? ഇതെല്ലാം കൂടെ കളഞ്ഞിട്ട് തൻ്റെ ആത്മസ്വരൂപത്തിൻ്റെ ആ നിലയിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് അച്ചടി വിജയമാണ് അല്ലേ. നമുക്ക് തോന്നും ചേച്ചി എന്തൊക്കെയോ കുറവുകളുണ്ടായിരുന്നു, ഇത്തിരി പണം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഉണ്ടായി. എന്തൊരു ചേച്ചി ഇതൊക്കെ ചാവുന്നതിന് കുറച്ച് സമയം മുമ്പേ തന്നെ ഇനി എന്തെല്ലാം ഉണ്ടെങ്കിലും പഞ്ചാമൃതം കൊണ്ട് വായിലൊഴിച്ചാലും അത് രുചിക്കാനുള്ള കഴിവില്ലാത്ത ഒരു നിലയിലേക്ക് മാറിപ്പോയില്ല. ഇത്ര പണം ഉണ്ടെങ്കിൽ എന്തൊരു പ്രയോജനം. പക്ഷെ അവിടെ ബുദ്ധിയിൽ ഈ ജ്ഞാനം ഉണ്ടെങ്കിലുണ്ടല്ലോ അവരുടെ നില വേറെയാണ്. അവരാണ് ധന്യാത്മാക്കൾ. അവർക്ക് പിന്നെ പുനരാവൃത്തി ഒരു ജന്മമില്ല. ഈ കിടന്ന് കഷ്ടപ്പെടൊന്നും വേണ്ട. അമ്മയുടെ വയറിൽ ജനിച്ച് ഈ ലോകത്ത് വന്ന് ഈ ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കേണ്ട ഒരാവശ്യവും പിന്നെ അവർക്കില്ല. സ്വതന്ത്രന്മാരെ ആ ഒരു സ്വാതന്ത്ര്യമാണ് ഇവിടെ ജ്ഞാനം കൊണ്ട് നമ്മൾ കൈവരിക്കുന്നത്. ഇത് പറഞ്ഞാൽ ലൗകിക ബുദ്ധിക്ക് മനസ്സിലാവില്ല. പക്ഷെ കുറച്ചുകൂടെ സ്റ്റേണായിട്ടുള്ള ബുദ്ധി, അവർക്ക് ആ പുണ്യം കൂടെ ഉണ്ടെങ്കിൽ വാസ്തവമാണല്ലോ എന്ന് തോന്നുകയും ഇതിനെ പിൻപറ്റി വരാൻ തോന്നുകയും ചെയ്യും. അതല്ലേ നാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും നമ്മുടെ ഗുരുദേവനും എത്ര മഹാരഥന്മാർ ഇതിൽ വന്നു. രമണ ഭഗവാനും എന്ത് കാര്യം അവർക്ക് ഈ കാര്യം പറഞ്ഞുകൊണ്ടേ മനസ്സിലായി. വാസ്തവ ശ്രീബുദ്ധൻ പിന്നെ ഒരു ദുഃഖവും അറിയിക്കാതെ വളർത്തണമെന്ന് വിചാരിച്ച് രാജധാനിയിൽ അനവധി സേവകന്മാരെല്ലാം വെച്ചുകൊണ്ട് ഇങ്ങനെ ബുദ്ധനെ വളർത്തുകയാണ്. അപ്പോൾ ബുദ്ധനെ സംബന്ധിച്ച് ഒന്നും അറിയില്ല, അല്ലേ സുഖമാണ്, എല്ലാം നല്ല ആനന്ദമാണ്. അപ്പോഴാണ് യദൃച്ഛയായ ഒരു യാത്ര, വെളിയിലേക്കൊരു യാത്ര പോയത്. ഈ സമയത്താണ് എതിരെ ഒരു ശവത്തെ കിടത്തിക്കൊണ്ടിങ്ങനെ ഒരു വിലാപയാത്ര വരണം. അദ്ദേഹത്തിൻ്റെ കണ്ടപ്പോൾ എന്ത് പറ്റി? അദ്ദേഹം കണ്ടം പൊക്കിയിട്ട് ചോദിച്ചാൽ എന്തിനാണെന്ന് ചോദിച്ചത്. അല്ല, അത് കുഞ്ഞറിയണ്ട, അത് രാജാവ് പറഞ്ഞിട്ടുണ്ട്, വേറെ ഒന്നും കുഞ്ഞിന് പറഞ്ഞു തരണ്ട. അല്ലല്ലല്ല, അതെനിക്ക് അറിഞ്ഞേ പറ്റൂ. എന്താണത്? അതെന്താണ് പറയൂ എന്ന് പറഞ്ഞു. അല്ല, അതൊരാൾ മരണപ്പെട്ട് അങ്ങനെ അവർ ശവസംസ്കാരത്തിന് പോവുകയാണ്. മരണപ്പെടുകയോ? ആര് മരണപ്പെടുന്ന ആര്? അപ്പം ചേച്ചി ഒരൊറ്റ വാക്കുകൊണ്ടേ ശ്രീബുദ്ധൻ സിദ്ധാർത്ഥൻ ശ്രീബുദ്ധനായി. ബുദ്ധനായെന്ന് വെച്ചാൽ തനിക്ക് ആ ബോധോദയുണ്ടായി. അയ്യോ, ഇതാണോ കാര്യം എന്നായി. പെട്ടെന്ന് തന്നെ ഈ ലൗകികമായ എല്ലാ കാര്യങ്ങളും മാറി ഇയാൾ ഈ പറഞ്ഞ രൂപത്തിലേക്ക് മാറി ആ ബുദ്ധനായി. മനസ്സിലായില്ലേ? അപ്പം ദുഃഖം ഒരു ചെറിയ ഒരു പൊടിയൊന്ന് കണ്ടതേ ഉള്ളൂ. പുണ്യശാലയെ അയാൾക്ക് ടപ്പെന്നായിരിക്കും ചേഞ്ച്. മാധവൻ സ്വാമി പറയുന്നത് എന്തെന്നറിയാം. മാധവൻ സ്വാമി ഇതുപോലെ നല്ല പഠിച്ചു. അതേ ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു. ചവറയിലെ ഏതോ സ്കൂളിലായിരുന്നു അദ്ദേഹം. പക്ഷെ ഇതിനിടയ്ക്ക് ആരോ ഒരു കൊച്ചൊരു ഗീത ഇതുപോലെ ഒരു കൊച്ചു ബുക്കേ കൊണ്ടുകൊടുത്തു. സ്വാമിയെ 2-3 പദ്യമൊക്കെ വായിച്ചു. ആദ്യം സ്വാമിക്ക് ഇതൊന്നും വലിയ കാര്യമായിട്ട് തോന്നിയില്ലത്. പക്ഷെ സ്വാമിക്ക് പിന്നീട് ഭയങ്കരമായ ഇതിലോട്ടൊരു ഇത് വന്നു. പറഞ്ഞു തരുമ്പോൾ ജോലിയൊക്കെ രാജിവെച്ച് അദ്ദേഹം സ്ഥലം വിട്ടു. പക്ഷെ കല്യാണം കഴിച്ചില്ല, അതൊരു ഭാഗ്യമായി. അത് പറഞ്ഞിരുന്നപ്പോൾ അദ്ദേഹം ചവറ വിട്ടു, എവിടെയോ പോയി. ഇങ്ങനെ ഒരു മനുഷ്യനെ കാണാനേ ഇല്ല. ഇവരുടെ ഫാമിലിയിലാണെങ്കിൽ എല്ലാം ഭയങ്കര ഗസറ്റഡ് ഓഫീസേഴ്സ്, പോലീസ് ഓഫീസേഴ്സ്, എല്ലാവരും വലിയ തസ്തികയിലുള്ള ആൾക്കാരാണ്. എല്ലാവരും തിരക്കലാരംഭിച്ചു. ഒരിടത്ത് കാണാനില്ല. മിസ്സി പത്രത്തിൽ വരെ കൊടുത്തതാണ് ചേച്ചി. അവർ വലിയ ആൾക്കാരായുണ്ടേ. മിസ്സിങ് ഒരു ബോയ്, ബോയ് അല്ല, ഒരാൾ ഇത്ര 27 വയസ്സുള്ള 28 വയസ്സുള്ള ഒരാൾ കാണാനില്ല. ഇങ്ങനെ ഇത് നേരെ പോയത് ഹിമാലയത്തിലേക്കാണ്. പ്രയാഗയിലൊക്കെയാണ് പോയത്. അവിടെ ചെന്ന് അദ്ദേഹം പറയണു, അവിടെ നല്ല ആരോഗ്യവാനായിരുന്ന ഈ ഇദ്ദേഹം പെട്ടെന്നൊരു പനി വന്ന് പെട്ടെന്നില്ല ബലൂണിൽ കാറ്റടിച്ച് വിട്ട കണക്കായി.
പിന്നെ എങ്ങനെ വന്ന ഒരു വാശിക്ക് വന്നതാണ്. പിന്നെ തിരിച്ച് വീട്ടിൽ പോകാനായിട്ട് തോന്നിയതുമില്ല. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം വന്നത്. ഞാൻ പറഞ്ഞു വന്നത് കൂടുതൽ പറയണില്ല. അദ്ദേഹത്തിന് ആ ഒരു ചെറിയ ഒരു കാര്യം കൊണ്ട് തന്നെ ആ വൈരാഗ്യം ഉണ്ടായി. അതുപോലെ ശ്രീബുദ്ധന് ആ ഒരു ചെറിയൊരു സംഭവം കണ്ട ഉടനെ വൈരാഗ്യം ഉണ്ടായി. വൈരാഗ്യം എന്ന് വെച്ചാൽ ഈ ലോക വിഷയങ്ങൾ വാസ്തവമല്ല, ഇത് വെറുതെ ഒരു ചമൽക്കാരമാണ്. ഇതിനെ ആശ്രയിച്ചുകൊണ്ട് ആർക്കും ഇന്ന് വരെ സുഖം അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഈ സുഖത്തെ എവിടെ തേടാം എന്ന് ചോദിച്ചിട്ട് മഹത്തുക്കളും വേദങ്ങളും ശാസ്ത്രങ്ങളും പറയുന്നു, നിന്നിൽ ആ സുഖം ഇരിക്കുന്നത് നീ ആത്മാവായിട്ടിരിക്കുന്ന ഈ സുഖസ്വരൂപമാണ്. ഇതിനെയാണ് അറിയാനുള്ളത്. അതിനെ അറിയണമെങ്കിലോ ഈ ലോക വസ്തുക്കളിൽ ഇരിക്കുന്ന രൂഢമൂലമായ അഭിമാനത്തെ നീ ഉപേക്ഷിക്കണം. അതെങ്ങനെ? ചുമ്മാ പറഞ്ഞാൽ പോരാ, കാരണസഹിതം ബുദ്ധി കൊണ്ട് വിചാരിച്ചതിന് ഉപേക്ഷിക്കണം. ഉപേക്ഷിക്കാന്ന് വെച്ചാൽ അർത്ഥം മനസ്സിലായി, വിട്ടുകളയാനല്ല. അത് സംബന്ധിച്ചുണ്ടാവുന്ന മാനസികമായ മനോവൃത്തികൾ ഇതിലില്ലാതാവും. മനസ്സ് സത്യബുദ്ധിയോടുകൂടി ഇരിക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ പാമ്പിനെ കണ്ടപ്പോഴേ, പാമ്പെന്നുള്ള സത്യബുദ്ധിയാണ് ഭയപ്പെടാനും ഓടാനും ഒക്കെ കാരണമാക്കിയല്ലേ. പാമ്പുണ്ടോ? ഒരു ഭ്രമമാണ്, അത് തോന്നലാണ്. അപ്പോൾ വാസ്തവത്തിൽ അത് ഒരു തോന്നലാണെന്ന് അറിഞ്ഞപ്പോൾ പാമ്പെന്നുള്ള ആ ഒരു ഇതിൽ നിന്ന് ഇദ്ദേഹം എങ്ങനെ മുക്തനായി? അദ്ദേഹത്തിന് അത് സംബന്ധിച്ച് യാതൊരു വിഷമമോ ദുഃഖമോ ഒന്നുമില്ല. അല്ല, അദ്ദേഹത്തിന് മനസ്സിലായി ഇത് പാമ്പല്ല, ഇത് കയറാണെന്ന്. കയറെന്ന് വെച്ചാൽ അതിൻ്റെ നിരുപദ്രവകാരിയാണെന്നാണ് അർത്ഥം. തൻ്റെ സ്വരൂപമാണ് ഈ വാസ്തവത്തിലുള്ളത്. അതിലാണ് ഈ ലോകം തോന്നിയിരിക്കുന്നത്. എല്ലാം തോന്നിയിരിക്കുന്നത് ഈ സ്വരൂപത്തിലാണ്. അല്ല, ആ സ്വരൂപത്തെ ആരും ഉണരുന്നില്ല. സ്വരൂപത്തെ ഉണർന്നവർ ഭയരഹിതരായി. കാരണം ഇതിൽ തോന്നിയിരിക്കുന്ന ഈ ലോകമാണ് നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇതങ്ങനെ ഒന്നല്ല, വെറുതെ ഒരു സ്വപ്നം പോലെ ഇതിൽ തോന്നുന്നതാണെന്ന് അവർക്ക് ദൃഢീകരിച്ച് അവർ വിശ്വസിച്ച് പെരുമാറി സാക്ഷാത്കരിച്ചു. വിശ്വസിക്കാനേ ആദ്യം പറ്റും. ഇത് കാണയല്ലേ? ഒരാൾ ചോദിച്ചു, സ്വാമി ഇത് കാണയല്ലേ സ്വാമി ഇതിൽ ആഹാരം കഴിക്കുകയല്ലേ? അപ്പം പിന്നെ ഇതെങ്ങനെ ഇല്ലെന്ന് പറയാൻ പറ്റും? ഈ അവസ്ഥയ്ക്കാണ് സത്യം. അപ്പം അവർ പറയുന്നു ഇതെല്ലാം ആ അവസ്ഥയ്ക്കാണ് സത്യം. സ്വപ്നം കണ്ടപ്പോഴും നീ ഭയപ്പെട്ടില്ലേ, ഓടിയില്ലേ, ചാടിയില്ലേ, നീ സന്തോഷിച്ചില്ലേ? പക്ഷെ നീ അത് ഉണർന്നപ്പോഴോ എന്തായി? എനിക്കെന്നെ ബോധ്യപ്പെട്ടില്ലേ? അങ്ങനെയൊന്നും വെറുതെ ഒരു തോന്നലായിരുന്നു, അത് കഥയില്ലായിരുന്നു. അപ്പോൾ സന്തോഷിച്ചതും ദുഃഖിച്ചതും എല്ലാം വെറുതെ ആയിപ്പോയി. ഇപ്പം നിനക്ക് ഓർമ്മയുണ്ടോ? ഇതും നീ ജ്ഞാനം കൊണ്ട് നീ ഇതിൽ ഉണർന്നു കഴിഞ്ഞാൽ, നീ ആത്മാവായിട്ട് നീ ഉണർന്നു കഴിഞ്ഞാൽ ഇതെല്ലാം സ്വപ്നം പോലെ തന്നെ വരും. ഇത് പറഞ്ഞു കൊടുത്തു. ആ ശിഷ്യനെ ഉദ്ധരിച്ചു. ഇതാണ് ഇതിൻ്റെ ഒരു ചുരുക്കമാണ് ഞാൻ പറഞ്ഞത്. വായിച്ച എത്രയും തന്നെ, പക്ഷേ വായിച്ചു കേൾക്കുമ്പോൾ എന്തൊക്കെ പോലെ തോന്നി. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇതിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ ആവർത്തി രസകൃത ഉപദേശാൽ, ഇതിനെ വീണ്ടും 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 പറയുകയും കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന വഴി ഇതിൻ്റെ സത്യജ്ഞാനം ഇതിൽ പ്രകാശിക്കും. സത്യജ്ഞാനം എന്ന് പറഞ്ഞാൽ നീ തന്നെയാണ്. ഇത് വേറെ ഒന്നും തന്നെയില്ല. വാസ്തവത്തിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഞാനാണ്. ഞാൻ ജാഗ്രതയിലുണ്ട്, സ്വപ്നത്തിലുണ്ട്, സുഷുപ്തിയിലുണ്ട്. ഒരവസ്ഥയിലും ഞാൻ അഭാവമാവുന്നില്ല. അതേസമയം ജാഗ്രത അവസ്ഥയിൽ അഭിമാനിച്ച ജീവൻ അവിടെ ഇല്ല, മാറിപ്പോക്കളയും. അതാണ് ചിതാഭാസൻ. അവനാണ് ഈ ലോകവും ഈ വീടും ഈ കുടുംബവും ഈ മോനും മോളും ഈ ബന്ധവും ഈ ശരീരവും ഒക്കെ അവനാണ്. അവൻ മാറിപ്പോവും, ഐക്യനാണ്. സ്വപ്നാവസ്ഥയിൽ വന്നിട്ട് വേറൊരു ജീവനാണ്, അവൻ്റെ പേര് തൈജസൻ. അവൻ കൽപ്പിച്ചു കൂട്ടി ഒരു ലോകത്തെ അവിടെ ഉണ്ടാക്കി. അതിനകത്ത് അവൻ വ്യവഹരിക്കും. സത്യം പോലെ വിചാരിച്ച് വ്യവഹരിക്കുകയാണ്. അതിൽ ദുഃഖിക്കുന്നു, സന്തോഷിക്കുന്നു, ദുഃഖിക്കുന്നു, ഇതെല്ലാം അതിൽ നടക്കുകയാണ്. അതോടൊന്ന് കഴിയുമ്പോഴത്തേനും അത് വെറുതെ വിദ്യയാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞു. സുഷുപ്തി, ഇത് രണ്ടും വിട്ട് ഈ വ്യഥകളെല്ലാം തീർക്കാൻ വേണ്ടി അവിടെ ചെന്ന് മൂലാവതിയിൽ പോയി പ്രശ്നം തിരിഞ്ഞിരിക്കുന്നതിനാണ് സുഷുപ്തിയായിട്ട് പറഞ്ഞത്. മൂലാവതി എന്ന തൻ്റെ സ്വരൂപം തന്നെയാണ്. മൂലാവതിയായിപ്പോയി എന്തെന്നറിയാമോ? തിരിഞ്ഞു നോക്കാത്തതുകൊണ്ടാണ്. ആരാ പറയും, പിള്ളേരിങ്ങനെ കളിച്ച് വിഷമിച്ച അവസാനം നല്ല ക്ഷീണിച്ചുടനെ തിരിഞ്ഞ് വന്ന അമ്മേരെ മടിയിൽ പോയി എങ്ങനെ ഇരുന്നങ്ങ് ഉറങ്ങുമ്പോൾ. ഇതുപോലെയാണ് നമ്മൾ ചെയ്യുന്ന ദിവസവും. ഇതിലെല്ലാം വ്യഥയാണ്, സർവത്ര ദുഃഖവും സർവത്ര വിഷമങ്ങളുമാണോ ലോകമെന്ന് പറഞ്ഞാൽ. നമ്മൾ പറയും കുഴപ്പമൊന്നുമില്ല, നന്നായിരുന്നു, എനിക്ക് നല്ല രസമായിട്ടാണ് തോന്നിയത്. അപ്പോഴും അടിയിൽ കൂടെ അറിയാം
എന്തെല്ലാം മനസ്സ് വിഷമിക്കുന്നത് നമ്മൾ കണ്ടു. ഓ, അവൾ ഒരുങ്ങി ചോന്നു, എന്തൊരു സൗന്ദര്യം, അത്രയും സൗന്ദര്യം എനിക്കില്ലല്ലോ ഭഗവാൻ. ഞാൻ ഈ ഭഗവാനോട് എന്തൊരു ചെയ്തു? ഈ ഭഗവാൻ പക്ഷഭേദമുണ്ട്. ആ ഭഗവാനെ കുറേ ചീത്ത പറയും, മനസ്സേ പറയില്ലേ ചേച്ചി? ഓ, അവന് പണമുണ്ട്, നമ്മൾ ഒരു ഇപ്പുമില്ല. നമ്മളാണെങ്കിൽ ദൈവമേ ദൈവമേ എന്ന് വിളിക്കുകയും ചെയ്യും. ഇതെന്തൊരു വിരോധാഭാസം, നമ്മൾ പറയില്ലേ ചേച്ചി? ഇങ്ങനെ ഈ മനസ്സ് പിടയ്ക്കണതിനെല്ലാം നമ്മൾ പറയും, ഓ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുള്ളൂ. കുഴപ്പമേ ഉള്ളൂ എന്നാണ് വേദം പറയുന്നത്. ഇതിൽ നിന്ന് രക്ഷപ്പെടുന്ന ഈ മായികമായ ഈ ലോകത്തെ മായികമാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഇത് വിടാം. ഇത് സംബന്ധിച്ച് കയറിലെ പാമ്പില്ലെന്നറിഞ്ഞാൽ പാമ്പിനെ ഉണ്ടായ എല്ലാ വ്യഥകളും മാറി. ഇതുപോലെ ഇത് ഈ ആത്മാവിൽ ഇതെല്ലാം കേവലം തോന്നലാണ്, ആത്മാവ് മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞാൽ എല്ലാ വ്യഥകളും മാറി ആനന്ദ സമുദ്രമായി മാറുകയാണ്. ഇതിനെയാണ് വേദം നമുക്ക് പറഞ്ഞു തരണം. നിർത്താൻ ദേവാദിദേവ സർവജ്ഞ സച്ചിദാനന്ദ വിഗ്രഹമാരംഭ ഭൂതേശ പ്രസീത കരുണാനിധേ ദീർഘദണ്ഡ നമസ്കാരം നല്ല ജോഗുരു സന്നിധവും ശരീരമർച്ചം പ്രാണഞ്ചാസോ